ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ. ബംഗ്ലാദേശിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ ബസ് ഡീസൽ ടാങ്കറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 42 മരണം. പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ച് ഇന്ത്യൻ കോൺസുലേറ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. LDF ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 20-ന്. അച്ചടി മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങളുടെ നിരക്ക് 26% വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ധാക്കയിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ. മാനവികതയ്ക്ക് എതിരായ കുറ്റകൃത്യമെന്ന് വ്യക്തമാക്കിയാണ് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ട്രൈബ്യൂണൽ ശിക്ഷ വിധിച്ചത്. കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ശിക്ഷാവിധിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ സുരക്ഷ ശക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന പ്രക്ഷോഭം അടിച്ചമർത്താൻ ഹസീനയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ബംഗ്ലാദേശ് മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമൽ, മുൻ പോലീസ് മേധാവി ചൌധരി അബ്ദുള്ള അൽ മാമുൻ എന്നിവരും കേസുകളിൽ പ്രതികളാണ്. ബംഗ്ലാദേശിൽ സമാധാനവും ജനാധിപത്യവും സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിനായി ഇന്ത്യ ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് ധാക്കയിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ പ്രഖ്യാപിച്ച വിധി ശ്രദ്ധയിൽപ്പെട്ടതായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ മദീനയ്ക്ക് സമീപം ഇന്ത്യയിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ഡീസൽ ടാങ്കറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 42 മരണം. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 അപകടം ഉണ്ടായത്. ഉംറ നിർവഹിച്ച ശേഷം മടങ്ങുകയായിരുന്ന തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. റിയാദിലെ ഇന്ത്യൻ എംബസി എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. വടക്കൻ മേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ ഇന്ന് ചേർന്നു. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ജമ്മുകശ്മീർ, ഡൽഹി മുഖ്യമന്ത്രിമാർ, ഡൽഹി, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, ചണ്ഡിഗഡ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഡൽഹി സ്ഫോടനത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി മൌനം ആചരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത്. സംസ്ഥാനങ്ങൾ തമ്മിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലും നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയായാണ് മേഖലാ കൌൺസിലുകൾ പ്രവർത്തിക്കുന്നത്. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ മുന്നണികൾ. ഈ മാസം 21 വരെയുള്ള പത്രികാ സമർപ്പണത്തിന് ശേഷം സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. 23,576 വാർഡുകളിലേക്ക് അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക LDF ഇന്ന് പുറത്തിറക്കി. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 20-ന് നടക്കും. പട്നയിലെ ഗാന്ധി മൈതാനിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനായി MLA-മാരുടെ യോഗം നാളെ ചേരും. JDU-വിന്റെ ഇന്ന് ചേരാനിരുന്ന ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം മറ്റന്നാളത്തേക്ക് മാറ്റി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ നടക്കാനിരുന്ന NDA നിയമസഭാ കക്ഷി യോഗവും മറ്റൊരു തീയതിയിലേക്ക് മാറ്റാനാണ് സാധ്യത. ഇന്ന് ചേർന്ന RJD ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. 88 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ച പ്രാരംഭ നടപടി മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നതെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഭാവിയിൽ ഏതുവിധ വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചാണക്യ ഡിഫൻസ് ഡയലോഗിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ വ്യക്തമാക്കി.
ഇന്ത്യയോടുള്ള പെരുമാറ്റം ഉത്തരവാദിത്തപൂർവ്വമാകണമെന്ന പാഠം പാകിസ്ഥാനെ പഠിപ്പിക്കാൻ സായുധ സേനയ്ക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഭീകര പ്രവർത്തനത്തിൽ കാര്യമായ കുറവ് വന്നതായും കരസേനാ മേധാവി വ്യക്തമാക്കി. तो हम तो सिर्फ यही बोल रहे हैं कि आप शांति की प्रक्रिया अपनाइए, हम भी उसका साथ देंगे. जब तक ये नहीं होगा तब जो आतंकवादी हैं या उनके आका हैं वो हमारे लिए समान मान. दूसरी चीज ये है, जो भी आतंकवादी को बढ़ावा देगा हम उसको जवाब देंगे. അസമിൽ 2026 ജനുവരി 1 യോഗ്യതാ തീയതിയാക്കി പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക അടുത്ത മാസം 27-ന് പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. അവകാശവാദങ്ങളും എതിർപ്പുകളും ഡിസംബർ 27 മുതൽ ജനുവരി 22 വരെ അറിയിക്കാൻ അവസരമുണ്ടായിരിക്കും. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 10-ന് പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. അരവിന്ദ് പനഗരിയുടെ നേതൃത്വത്തിലുള്ള 16ാം ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ സന്ദർശിച്ചു. 2026-2031 കമ്മീഷൻ റിപ്പോർട്ട് കൂടിക്കാഴ്ചയിൽ സമർപ്പിച്ചതായി രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അച്ചടി മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങളുടെ നിരക്ക് 26% വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. 1 ലക്ഷം കോപ്പി വരെ അച്ചടിക്കുന്ന പത്രമാധ്യമങ്ങളിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരസ്യങ്ങൾക്കുള്ള നിരക്ക് ചതുരശ്ര സെന്റിമീറ്ററിന് 47 രൂപ 40 പൈസയിൽ നിന്നും 59 രൂപ 68 പൈസയായാണ് വർദ്ധിപ്പിച്ചത്. 9ാമത് നിരക്ക് പുനർനിർണയ സമിതി ശുപാർശ പ്രകാരമാണ് നടപടി. സർക്കാർ പരസ്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അച്ചടി മാധ്യമങ്ങൾക്ക് സാമ്പത്തികമായി ഏറെ ഗുണം ചെയ്യും. വൻ ഭക്തജന തിരക്കിൽ ശബരിമല സന്നിധാനം. ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കനുസരിച്ച് ദർശനം നടത്തിയത് 79,036 പേർ. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശാസ്ത്രീയ പരിശോധനയും സന്നിധാനത്ത് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. വൈകിട്ട് 5 വരെയുള്ള കണക്കുപ്രകാരം 79,036 ഭക്തർ ദർശനം നടത്തി. 65,500 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ദർശനത്തിനെത്തിയപ്പോൾ കാനനപാത വഴി 750 പേരും സ്പോട്ട് ബുക്കിംഗ് വഴി 12,786 പേരും ദർശനം നടത്തി. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശാസ്ത്രീയ പരിശോധനയും സന്നിധാനത്ത് നടന്നു. താന്ത്രിക അനുമതിയോടെ ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചപ്പോൾ തുടങ്ങിയ സാമ്പിൾ ശേഖരണം വൈകിട്ട് 3 അവസാനിച്ചു. ഈ സാമ്പത്തിക വർഷത്തിൽ പുതിയ 7 വിക്ഷേപണ ദൌത്യങ്ങൾക്ക് പദ്ധതിയിട്ട് ISRO. വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹം PSLV, GSLV വിക്ഷേപങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്ന് ISRO ചെയർമാൻ V. നാരായണൻ വ്യക്തമാക്കി. കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് 2025 ദേശീയ ഗോപാൽ രത്ന അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചു. മികച്ച ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള ആദ്യ 2 പുരസ്കാരങ്ങൾ വയനാട് മീനങ്ങാടി, പാലക്കാട് കുന്നം കാട്ടുപതി ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ സ്വന്തമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ കുന്നംകാട്ടുപതി ഗ്രാമത്തിൽ 1993 ക്ഷീരസംഘം പ്രവർത്തനം ആരംഭിച്ചത്. 2 വാർഡുകളിലെ 6 കർഷകരിൽ നിന്നായി 28 ലിറ്റർ പാൽ സംഭരിച്ചുകൊണ്ട് തുടങ്ങിയ സംഘം ഇപ്പോൾ 270 കർഷകരിൽ നിന്നായി 2500 ലിറ്റർ പാലാണ് പ്രതിദിനം സംഭരിക്കുന്നത്. 15 വർഷമായി ഓഡിറ്റ് A ക്ലാസിഫിക്കേഷനിലുള്ള ഈ ക്ഷീരസംഘം എല്ലാ വർഷവും പൊങ്കലിന് ബോണസും അധിക പാൽവിലയും അതത് വർഷത്തെ ലാഭത്തിൽ നിന്ന് കർഷകർക്ക് നൽകി വരുന്നുണ്ട്. ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനത്താൽ സംസ്ഥാന വ്യാപകമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 6 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 388 പോയിന്റ് നേട്ടത്തിൽ 84,951-ലും നിഫ്റ്റി 103 പോയിന്റ് നേട്ടത്തിൽ 25,013-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ കൂടി 91,960 രൂപയും ഗ്രാമിന് 11,495 രൂപയുമാണ് ഇന്നത്തെ വില. ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷന്മാരുടെ 25 മീറ്റർ സെന്റർ പിസ്റ്റൾ ഫയർ ഇനത്തിൽ ഒളിമ്പ്യൻ ഗുർപ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. ലോക ചാമ്പ്യൻഷിപ്പിൽ ഗുർപ്രീതിന്റെ 2ാമത്തെ വ്യക്തിഗത മെഡലാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ. ബംഗ്ലാദേശിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ ബസ് ഡീസൽ ടാങ്കറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 42 മരണം. പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ച് ഇന്ത്യൻ കോൺസുലേറ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. LDF പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കി.
ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 20-ന്. അച്ചടി മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങളുടെ നിരക്ക് 26% വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.